പാലൊന്നും മേടിച്ചില്ലയോ? മേടിച്ചു. ഞാൻ ഒരു കവർ ഫുള്ളെടുത്തായിരുന്നു. എന്തോ കോൾഡ് കോഫി ഉണ്ടാക്കി വേണം. 21 മിനിറ്റും കൂടി എടുക്കാൻ പറ്റത്തുള്ളല്ലോ. സ്റ്റോറേജ് ആയോ? മാമി മുറിച്ച് അപ്പം അമ്മയ്ക്ക് കൊടുക്കും. അമ്മയ്ക്ക് കൊടുത്തിട്ടോ കുരുമുളക് വേണം കേട്ടോ. കുരുമുളക് ഉള്ളത് വെച്ചെന്നില്ലേ? കുഞ്ഞോ എന്താ പറ്റി? എന്താ പറ്റി? പൊന്നോ. പ്രിയങ്ങളെ, അമ്മക്കിളിയുടെ കൊച്ചു കൊച്ചു വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കുഞ്ഞോ എന്തിയെ? കുഞ്ഞോ, ഞാൻ ഇങ്ങോട്ട് പോകുന്ന ഉടനെ എന്റെ പുറകെ പോരുന്നു. എത്തെ ഇങ്ങനെ പറയുന്നത്. നീ വാ മാമി. നീ വാ. ഹായ് ജാനിക്കുട്ടിയോ? ഇപ്പൊ തല അവിടെ മുട്ടിയേനെ കേട്ടോ. ഹായ് പറഞ്ഞേ. ഹായ് എല്ലാവർക്കും ചക്കമോട്. ഞാനിക്കുട്ടി ഈ പെറ്റിക്കോട്ട് ഊരത്തില്ല. ഞാനത്തെ വീഡിയോക്കകത്ത് ഈ പെറ്റിക്കോട്ടായിരുന്നു. ഇന്നലെ കഴുകി ചിരിച്ച് കാലം എന്നെ അടിച്ചു. കുക്കുവിന്റെ പല്ലൊക്കെ ഇന്ന് അടിച്ചിളക്കി ഡോക്ടർ. അപ്പം കുക്കുവിന്റെ കൂടെ മുത്തും കൂടിയാ പോയത്. പല്ലെടുത്തിട്ട് വരുമ്പോ അല്ലെങ്കിൽ പിന്നെ തലകറങ്ങോ വല്ലതും ചെയ്താലോ നോക്കി എനിക്കൊരു പേടിയുണ്ടായിരുന്നു. അവർക്ക് പേടിയൊന്നും ഇല്ലായിരുന്നു. ഞാൻ അതിന് മുത്തിനെ വിട്ടതാ. പിന്നെ വേറെന്താ ഇന്ന് വിശേഷം? ഇന്ന് നമ്മുടെ ഫാമിലിയിലുള്ള ആരെയും കണ്ടില്ല കേട്ടോ. പിന്നെ ചോറും കറികളും ഒക്കെ ഇരിപ്പുണ്ട്. സൂപ്പർ മാർക്കറ്റിൽ നിന്ന് ബ്രെഡും കുഞ്ഞി ബിസ്ക്കറ്റും പാലും വാങ്ങിച്ചു. പിന്നെ വേണ്ട, അത്രയൊക്കെ ഉള്ളു വിശേഷം. ഞാനെന്നാ ഒന്ന് കുളിച്ച് ജപിച്ചിട്ട് വരാം. അന്നത്തെ ആ പല്ലിന്റെ പ്രശ്നം കുറച്ച് നാളായിട്ട് കുഴപ്പമൊന്നും ഇല്ലാതിരിക്കുമായിരുന്നു. ഇപ്പൊ വീണ്ടും വേദന തുടങ്ങിയിട്ടുണ്ട്. അത് ഇനി എവിടെയെങ്കിലും കൊണ്ടുപോയി ഡീറ്റെയിൽഡ് ആയിട്ട് ചെക്കപ്പ് ചെയ്ത് അതൊന്ന് വേദന എന്തായാലും പല്ലെടുക്കാൻ പറ്റത്തില്ല. പക്ഷെ അതിന് എന്തെങ്കിലും ഒരു കോമഡി ചെയ്തേ പറ്റത്തുള്ളൂ. പല്ലുവേദന എന്ന് പറഞ്ഞാൽ നമുക്ക് ഭയങ്കര ഇറിറ്റേഷനാണ്. എന്തോ അവിടെ വേറെ ഇല്ലല്ലോ. കുഞ്ഞോടെ ബോളല്ല എന്തിയേ? മാമി തന്ന ബോളല്ല എന്തിയേ?
കുഞ്ഞോയ്ക്കല്ലേ മാമി തന്നേ? കൊച്ച മഞ്ഞ ബോൾ അവിടെ കാണാൻ കിടപ്പുണ്ടോടി? കുഞ്ഞോനെ മഞ്ഞ ബോൾ എടുത്ത് കൊടുത്തേ ഞാനിമോളെ. മഞ്ഞ ബോൾ എവിടെയെങ്കിലും കിടക്കുന്നെങ്കിൽ എടുത്തുകൂടാ, അതായി ചോദിക്കുന്നു. ശരി വേണ്ട വേണ്ട വേണ്ട. പഠിക്കാൻ പോവാന്നോ കുഞ്ഞോ? കുഞ്ഞോ പഠിച്ചാൻ പോവാണോ? ഇവിടെ പ്ലസ് ഇട്ടു. ഇവിടെ ഇവിടെ പ്ലസ് ഇട്ടു. ഇവിടെ അല്ല, ഇവിടെ നമ്പർ എഴുതിയിട്ട് ഇവിടെ പ്ലസ് ഇടുന്നു. താഴെ ഒരു നമ്പർ ഓ കുഞ്ഞോയാ ഏറ്റവും കൂടുതൽ പഠിക്കുന്നത്. എവിടെ പോ? അതുകൊണ്ട് അച്ചാച്ചി വിളിക്കുന്നു. അയ്യോ ഒരു ഗമ ഉണ്ടോ? മുടി ചീവിക്കേ, മുടി ചീവി കാണിച്ച അച്ചാച്ചിയെ. അച്ചാച്ചി ഒന്ന് മുടി ചീവി കാണിച്ച്. അച്ചാച്ചിയെ കാണിച്ചേ മുടി ചീവി. കുഞ്ഞോ മുടി ചീവി കാണിച്ചേ. ആ കാണിച്ചേ. ഓ ഇങ്ങനെ അങ്ങ് ജീവാതെ അമ്മച്ചി. കുഞ്ഞിപ്പൊ താഴെ വീട്. അയ്യോ സുന്ദരാ, കുഞ്ഞ് ചീവി കാണിക്കട്ടെടി അച്ചാച്ചിയെ. ഓ ആ കൊള്ളാം. എന്തുവാ സോമിനി? സോമിനി ഒന്നും കാര്യത്തില്ല. ആരാ മാമനെന്തിയെ? ചോറുണ്ടോ? എന്തോ കൂട്ടാൻ? വിശപ്പായി, ചോറുണ്ണാൻ പോവാണ്. ഒരുപാട് സമയം എടുക്കും, കാരണം വലിയ പ്രശ്നമുള്ളത് കൊണ്ട് പതുക്കെ ചതച്ചരച്ച് കഴിക്കണം. ഇവിടെ ഈ സൈഡാണ് മുട്ടിയെങ്കിൽ എൻ്റെ ജീവൻ പോകുന്ന വേദന. പിന്നെ മുട്ടിന് സെക്കൻഡ് സെം ആകുമ്പോൾ ലാപ്ടോപ്പ് വേണം. അപ്പം നമ്മൾ നാളെ ചിലപ്പോൾ ലാപ്ടോപ്പ് എടുക്കാൻ പോകും. അത് മുത്ത് അപ്പുമൊക്കെ എടുത്തെടുത്ത് വന്ന് എടുക്കുന്നത്. അപ്പോൾ എറണാകുളത്താണ് അതിൻ്റെ സ്റ്റോറുള്ളത്. എറണാകുളം വരെ യാത്ര ചെയ്യാനൊന്നും എനിക്ക് പറ്റാത്തതുകൊണ്ട് കോട്ടയത്തെ സ്റ്റോറിലോട്ട് കൊണ്ടുവരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. കോട്ടയത്ത് പോയി അത് എടുക്കണം. ഞാനും കൂടെ ചെന്നേ പറ്റത്തുള്ളൂ, കാരണം നമുക്ക് റെഡി ക്യാഷ് കൊടുത്തെടുക്കാനുള്ള ഇതില്ലാത്തതുകൊണ്ട് EMI ഇട്ടാണ് എടുക്കുന്നത്. കുറച്ച് ക്യാഷ് ആദ്യം അടയ്ക്കും, ബാക്കി EMI ആണ്. അപ്പോൾ അതുകൊണ്ട് ഞാനും കൂടി പോയേ പറ്റുള്ളൂ. ചിലപ്പോൾ ഞങ്ങൾ രാവിലെ പോകും. എന്താ പറയുന്നത്, യാത്രയുടെ കാര്യം എടുത്തിട്ട് ഞാൻ മടിയാ, പിന്നെ പോവാതിരിക്കാൻ പറ്റത്തില്ല. കുറച്ചെങ്കിലും നേരത്തെ കിടക്കാമെന്ന് വിചാരിച്ചാൽ ഇത് വേദനയുടെ ഗുളിക കഴിക്കാമെന്ന് വിചാരിച്ചാൽ പിന്നെ നാളെ ഇനി പോകുന്ന വഴിക്കങ്ങനെ എന്തെങ്കിലും വേദന കൂടിയാലും നോക്കാം. എല്ലാരും ഇവിടെ വണ്ടി കൊടുത്തു. ഭയങ്കര കൂടുതല. കുറച്ചെങ്കിലും കുറയണം ഒരാൾ വീട്ടിൽ ഇങ്ങനെ പോകും. ചോറുണ്ണാം.
മോരുണ്ട്, ഞാൻ എടുത്തില്ല. എനിക്ക് കുമ്പളങ്ങാക്കറി മതി. അത് ഇമ്മണി ഒഴിക്കട്ടെ. പിന്നെ തോരൻ, പിന്നെ ചിക്കനും എടുത്ത് 2 കുഞ്ഞു കഷ്ണം എടുത്തിട്ടുണ്ട്. നോക്കാം കഴിക്കാൻ പറ്റുമോ. അപ്പോൾ എന്നത്തെയും പോലെ എല്ലാവരോടും സ്നേഹം, സന്തോഷം. നമ്മൾ കഴിക്കട്ടെ. ടാറ്റാ. ഓക്കെ, ബായ്, സി യു. കൊച്ചു കൊച്ചു വീട്ടുവിശേഷങ്ങളുമായി വീണ്ടും കാണാമേ.